മക്കളെ ഗുഡ് ഈവനിങ്. നമ്മളെ ചാപ്റ്റർ ഏതാ? ട്രീ ഓഫ് ലൈഫ്. ട്രീ എന്ന് പറഞ്ഞാൽ മരം, വൃക്ഷം അല്ലെ? ലൈഫ് എന്ന് പറഞ്ഞാൽ ജീവൻ. അപ്പൊ ട്രീ ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാലോ ജീവന്റെ വൃക്ഷം. അപ്പോ ക്ലാസ് 8ാം ക്ലാസ്സില് പാർട്ട് 2 ഫസ്റ്റ് ചാപ്റ്റർ ആണ് ട്രീ ഓഫ് ലൈഫ് അഥവാ ജീവന്റെ വൃക്ഷം വരുന്നത്. അതിൽ എന്തൊക്കെ വരുന്നത് നോക്കൂ. ഫസ്റ്റ് എന്താ? സയന്റിസ്റ്റ്. ഏതൊക്കെ സയന്റിസ്റ്റുകൾ ഇവിടെ തന്നെ? ശാസ്ത്രജ്ഞന്മാർ. ഓക്കെ, ഏതൊക്കെ സയന്റിസ്റ്റുകൾ തന്നെ ഇവിടെ? ഫസ്റ്റ് ആളാരാ? അരിസ്റ്റോട്ടിൽ. അരിസ്റ്റോട്ടിൽ എങ്ങനെ ക്ലാസിഫൈ ചെയ്തത്? അരിസ്റ്റോട്ടിൽ എങ്ങനെ ക്ലാസിഫൈ ചെയ്ത് പറയും? ഈ ക്ലാസിഫൈ ആനിമൽസ് ഇൻടു റെഡ് ബ്ലഡഡ് ആൻഡ് ആബ്സെന്റ്. റെഡ് ബ്ലഡഡ് ഉള്ളതും റെഡ് ബ്ലഡ് ഇല്ലാത്തതും ആയ ആനിമൽസിനെ ആര് ക്ലാസിഫൈ ചെയ്തു? അരിസ്റ്റോട്ടിൽ ക്ലാസിഫൈ ചെയ്തു. എന്താണ് റെഡ് ബ്ലഡ് അല്ലാത്തത് പറയുന്നത്? ചുവന്ന രക്തമല്ലാത്തവ. അതായത് നമ്മളെ കൈ മുറിച്ചു, ചോരം, ആ ചോരക്ക് എന്ത് കളറാ? പച്ച, മഞ്ഞ അല്ല, ചുവപ്പ് കളർ അല്ലെ? ഇനി ഈ ചുവപ്പ് കളർ അല്ലാത്ത രക്തമുള്ള ആൾക്കാരും, ഫോർ എക്സാമ്പിൾ കോക്രോച്ചിന് റെഡ് ബ്ലഡ് അല്ല. ഓക്കെ, അങ്ങനെ ആര് ക്ലാസിഫൈ ചെയ്തു? അരിസ്റ്റോട്ടിൽ ക്ലാസിഫൈ ചെയ്തു. റെഡ് ബ്ലഡ് അല്ലാത്തതും ആയ ആൾക്കാരെ അരിസ്റ്റോട്ടിൽ ക്ലാസിഫൈ ചെയ്തു അനിമൽസിൽ. ഈ അടുത്ത ആളെ നോക്കൂ. അടുത്ത ആളാരാ? തിയോഫ്രാസ്റ്റസ്. അതാണ് തിയോഫ്രാസ്റ്റസ് എങ്ങനെ ക്ലാസിഫൈ ചെയ്തത്? He classified plants into trees, shrubs and herbs. അയാള് സസ്യങ്ങളാണ് ക്ലാസിഫൈ ചെയ്തത്. അരിസ്റ്റോട്ടിൽ ആരെ ക്ലാസിഫൈ ചെയ്തത്? മൃഗങ്ങളാണ് ക്ലാസിഫൈ ചെയ്തത്. തിയോഫ്രാസ്റ്റസ് എങ്ങനെ ക്ലാസിഫൈ ചെയ്ത സസ്യങ്ങളെ നോക്കും? ട്രീ, shrubs and herbs. ട്രീ പറഞ്ഞാൽ മരം, വൃക്ഷം അതെ. shrubs പറഞ്ഞാൽ കുറ്റിച്ചെടികൾ. ഓക്കെ, കുറ്റിച്ചെടികൾ അതായത് മരത്തിന്റെ താഴെ ആൾക്കാർ കുറ്റിച്ചെടികൾ. ഇനി ഹെർബ്സ് എന്ന് പറഞ്ഞാൽ ഒരു കുറ്റിച്ചെടി പോലെ തന്നെയാണ് ഔഷധ ചെടികൾ. ഏതാണ്? ഔഷധ ചെടി. കുറ്റിച്ചെടി, ഔഷധ ചെടി, മരം. കുറ്റിച്ചെടി, ഔഷധ ചെടി, മരം. ഓക്കെ, ആര് ക്ലാസിഫൈ ചെയ്തു? തിയോഫ്രാസ്റ്റസ് ക്ലാസിഫൈ ചെയ്തു. ഇനി മൂന്നാമത്തെ ആൾ ആരാ? ജോൺ റേ. ആരാണ്? ജോൺ റേ എന്നാണ് ജീവിച്ചത്? 17th century. എന്താണ്? 17th century. He initiated in classification scientific method. ക്ലാസിഫൈ ചെയ്ത ആദ്യത്തെ ആളാണ് ആര്? ജോൺ റേ. ഓക്കെ, ആരാണ് ജോൺ റേ? He was the first to use the term species. എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് ആരാ? അതും ജോൺ റേ ആണ്. ആരാണ്? ജോൺ റേ. അപ്പൊ ആദ്യമായിട്ട് സയന്റിഫിക് മെത്തേഡിൽ ക്ലാസിഫൈ ചെയ്തത് ആരാ? അതും ജോൺ റേ. ആദ്യമായി സ്പീഷീസ് എന്ന പദം ഉപയോഗിക്കപ്പെട്ടത് ആരാ? അതും ജോൺ റേ. ഇനി നാലാമതാണ് ആരാ? ഏണസ്റ്റ് ഹാക്കൽ. എന്താ പറയുന്നത്? Who lived in 19th century. ജോൺ റേ എന്നാണ് 17th century. ഏണസ്റ്റ് ഹാക്കൽ 19th century, അതായത് 2 നൂറ്റാണ്ട് കഴിഞ്ഞിട്ട്. ഓക്കെ, ഈ ക്ലാസിഫൈഡ് ഓർഗാനിസം into 3 kingdoms. ഏതൊക്കെയാണ് 3 kingdoms നോക്കൂ. കിങ്ഡം അനിമേലിയ, കിങ്ഡം പ്ലാന്റ്, കിങ്ഡം പ്രോട്ടിസ്റ്റ. ഈ 3 ക്ലാസിഫിക്കേഷൻ ആണ് ഏണസ്റ്റ് ഹാക്കൽ ചെയ്തത്. ഓക്കെ, ഇനി അടുത്ത ആളാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ആരാണ്? കാൾ ലിനേസ്. ആരാണ്? കാൾ ലിനേസ് നോക്കൂ. കാൾ ലിനേസ് who lived in 18th century. ജോൺ റേ എന്ന 17th century. പിന്നെ ഏണസ്റ്റ് ഹാക്കൽ എന്ന 19th century. ആ രണ്ടാളെ ഇടയിൽ വന്ന ആളാണ് കാൾ ലിനേസ്. അതായത് ജോൺ റേ കഴിഞ്ഞിട്ട് ഏണസ്റ്റ് ഹാക്കലിന് മുമ്പ് കാൾ ലിനേസ് 18th century. He was the one who introduced the different levels of classification. ഇയാളാണ് ക്ലാസിഫിക്കേഷനിൽ ഡിഫറെന്റ് ലെവൽസ് കൊണ്ടുവന്നത്. ആര്? കാൾ ലിനേസ്. Since he
അദ്ദേഹം തന്നെ since he refined this classification levels and have provided scientific foundation for classification. Scientific foundation അതായത് ഫൗണ്ടേഷൻ ആണ് തറ, അടിസ്ഥാനം. ക്ലാസിഫിക്കേഷൻ താരതമ്യത്തിന് ഒരു അടിത്തറ, ശാസ്ത്രീയമായ ഒരു അടിത്തറ കൊണ്ടുവന്നത് ആരാണ്? കാൾ ലിനേഴ്സ് ആണ് കൊണ്ടുവന്നത്. അങ്ങനെ കൊണ്ടുവന്നത് കൊണ്ട് തന്നെ അയാളാണ് നമ്മൾ ഫാദർ ഓഫ് ടാക്സോണമി. കാൾ ലിനേഴ്സ് ആരാണ്? കാൾ ലിനേഴ്സ് ഇസ് ദ ഫാദർ ഓഫ് ടാക്സോണമി എന്ന് പറയുന്നത്. ടാക്സോണമിയുടെ പിതാവ്.